ഇഡി അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിശദീകരണം. വീണ തന്റെ മകളായതുകൊണ്ടാണ് വിചിത്രമായ നടപടികൾ. ഇഡിയുടെ പത്രക്കുറിപ്പ് ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ്. അന്വേഷണവുമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ വീണ നൽകുമെന്നും പിണറായി പറഞ്ഞു. ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വീണ എൻ്റെ മകളാണ് എന്നതിൻ്റെ മേലെയാണല്ലോ ഈ ഇത്തരം പ്രശ്നങ്ങൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. മറ്റ് വീണ എന്ന് പറയുന്ന ഭയങ്കര സ്വത്തിൻ്റെ ഉടമയല്ലാരും, ഇതിന് കേൾക്കുന്ന പണവും വളരെ വലിയ പണവും അല്ലാരും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എന്താ എത്രയാണെന്നുള്ളത്. അപ്പോ എൻ്റെ മകളായതുകൊണ്ട് ഈ വിചിത്രമായ നടപടികൾ കൂടി വരികയാണല്ലോ. ഇത് നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസം അതിൽ കാണിച്ചു. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിന് വീണയുടെ ഭാഗത്ത് യാതൊരു മടിയും ഉണ്ടാവില്ല. താനോ കുടുംബാംഗങ്ങളോ ഒരു ഹവാല ഏർപ്പാടിനുമില്ല. പിണറായി വിജയൻ നേരെയായാൽ എന്തും ചെയ്യാമെന്നാണ് മലയാള മനോരമയുടെ രീതി. തന്റെ കയ്യിൽ കറയാക്കാമെന്ന് ധരിക്കേണ്ട എന്ന് മാത്രമാണ് മാമൻ മാത്യുവിനോട് പറയാനുള്ളതെന്നും പിണറായി വിജയൻ പ്രതികരിച്ചു. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമയ്ക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിന്റെ ഫലം? എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലാത്തതുകൊണ്ടല്ലേ. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിന് കറവറിന്റെ ആക്കാം എന്ന് ധരിക്കണ്ട. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.